ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവർകളെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ ഇറങ്ങിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ആ വായിലേക്ക് ചേർത്ത് വെച്ച് കവിള് മണ്ണിലേക്ക് അടുപ്പിച്ചു വെച്ച് അവിടെ ഒരു ഉരുള മണ്ണ് ഖബറിലേക്ക് കുനിഞ്ഞിറങ്ങി ഉസ്താദ് അവർകൾ വെച്ചു കൊടുക്കുന്നത് സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത് എന്ന് പറഞ്ഞ് ആ കുഴിയിൽ നിന്ന് ഉസ്താദ് അവർകൾ കയറി വരുന്നത്. അൽഹംദുലില്ലാഹ്. ആദ്യം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത്. ഇത് മുഴുവനും കണ്ണിൽ കണ്ട കാഴ്ച. ശവ്വാല് 4 മഹാനായ CM വലിയുല്ലാഹി ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് ഈ ഹാളിൽ തന്നെ ഒരു കട്ടിലിൽ ഇങ്ങനെ മലർന്നു കിടന്ന കിടത്തം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ആ മുഖത്തു കാണപ്പെട്ട മഹാവെളിച്ചം ആ മയ്യത്തിന് തൊട്ടടുത്ത് നിലയുറപ്പിച്ചു ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ. എൻ്റെ ആ കാഴ്ച ഇപ്പോഴും കണ്ണുകളിൽ ഇങ്ങനെ തുടിച്ചു നിൽക്കുന്നു. നമുക്ക് പറഞ്ഞാൽ ഇനിയും തീർന്നിട്ടില്ല. നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു തരികയാണ്. ഓരോ ദിവസവും നമ്മളിങ്ങനെ കേൾക്കുകയാണ്. ഞാൻ ദീർഘിച്ചു സംസാരിക്കുന്നില്ല. പാതി രാത്രി അങ്ങനെ പറയണ്ട, ഒരു 9:30 മണിയായപ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവർകളെ ഖബറിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ ഇറങ്ങിയത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ആ വായിലേക്ക് ചേർത്ത് വെച്ച് കവിള് മണ്ണിലേക്ക് അടുപ്പിച്ചു വെച്ച് അവിടെ ഒരു ഉരുള മണ്ണ് ഖബറിലേക്ക് കുനിഞ്ഞിറങ്ങി ഉസ്താദ് അവർകൾ വെച്ചു കൊടുക്കുന്നത് സബ്ബതകല്ലാഹു ബിൽ ഖൗലി സാബിത് എന്ന് പറഞ്ഞ് ആ കുഴിയിൽ നിന്ന് ഉസ്താദ് അവർകൾ കയറി വരുന്നത്. അൽഹംദുലില്ലാഹ്. ആദ്യം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സിയാറത്ത് നിർവഹിച്ചത്. ഇത് മുഴുവനും കണ്ണിൽ കണ്ട കാഴ്ച ഈ സമയത്ത് ഓർത്തെടുത്തു നിങ്ങളോട് പറയുകയാണ്. റഹ്മാനായ റബ്ബ് CM വലിയുല്ലാഹി അവിടുത്തേക്ക് ദറജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ മറ്റ് ആലിമീങ്ങൾ അവർക്കെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.